Hey everyone, welcome to day 8 of our 21 days self-love evolution challenge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ റോൾസോ ഒന്നുമല്ല, നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നത്? പലപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള തോട്ട്സ് നമ്മളെ തളർത്താറുണ്ട്. ഇന്ന് നമ്മൾ ആ തോട്ട്സിനെ മാറ്റി നിർത്തി നമ്മുടെ യഥാർത്ഥ വാല്യൂ കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഒരു അമ്മയായാലും സ്റ്റുഡൻ്റ് ആയാലും നമ്മൾ സക്സസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, അത് നമ്മൾ തന്നെയാണ്. നിങ്ങളൊരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ നിങ്ങളുടെ മൂല്യം അവിടെ കുറയുന്നില്ല. നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങളുടെ പരാജയങ്ങളുമായി ഒരു ബന്ധവുമില്ല. യുവർ വർത്ത് ഈസ് നോൺ നെഗോഷ്യബിൾ. നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങൾ മൂല്യമുള്ളവളാണ്. ആ സത്യം നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. സോ ഇന്നത്തെ ടിപ്പ് വളരെയധികം സിമ്പിളാണ്. ദ കോൺഫിഡൻസ് ഷിഫ്റ്റ്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഷോൾഡർ താഴ്ന്നിട്ടായിരിക്കും ഇരിക്കുക, തല കുനിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി നിവർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുന്നത് ഐ ആം റെഡി എന്നാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു മുറിയിലേക്കോ അല്ലെങ്കിൽ ഒരു വേദിയിലേക്കോ കയറി ചെല്ലുമ്പോൾ ആത്മവിശ്വാസത്തോടെയുള്ള ആ നടത്തം തന്നെ നിങ്ങളുടെ പകുതി വിജയമാണ്. സോ ഓൺ യുവർ സ്പേസ്. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന 3 കാര്യങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടതാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റീസ് ആയാലും മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതിയ ആ 3 കാര്യങ്ങളെ നിങ്ങൾ ഉറക്കെ വായിക്കുക. മറ്റുള്ളവരുടെ കൈയടിക്കായി കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ അഭിമാനം തോന്നട്ടെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ സെഷനും അതുപോലെ ടാസ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 8 ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങളെ പോലെ തന്നെ സ്വയം റെസ്പെക്ട് ചെയ്യാൻ മറന്നുപോയ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ watching. See you tomorrow.